അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലൂടെ ലഭിക്കുന്ന മഹിതമായ കാര്യത്തിന് പകരം വെക്കാൻ മറ്റെന്താണുള്ളത്? അള്ളാഹു തആല ഖുർആനിൽ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഓരോന്നോരോന്ന് ഞാൻ എണ്ണി പറയുന്നില്ല. പ്രധാനമായും വിശ്വാസികളെ എടുത്തിട്ടാണ് പറഞ്ഞത്. വിശ്വസിച്ച ആളുകൾ അവർ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു, അത് കാരണത്താൽ അള്ളാഹു അവരെയും ഇഷ്ടപ്പെടുന്നു എന്ന്. എന്നാൽ അവിശ്വാസികളായ ആളുകൾ അവരെ അള്ളാഹു തആല കോപിക്കുകയും ചെയ്യുന്നു. നസ്രാനികളുടെ വിഷയത്തിൽ, ജൂതന്മാരുടെ വിഷയത്തിൽ ഒക്കെ ഖുർആൻ അവരെ വെറുക്കുന്നതും അവർക്ക് ലഅനത്ത് കിട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഹദീസുകളും ഖുർആനിക വചനങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഒരു പ്രധാനപ്പെട്ട കാര്യം സത്യവിശ്വാസികളായ ആളുകളോട് പറയാനുള്ളത്, ഒന്നാമത്തെ കാര്യം തൗബയാണ്. പണ്ഡിതന്മാരൊക്കെ എണ്ണുന്ന ഒരുപാട് കാര്യങ്ങളിൽ തൗബയെ മുൻഗണന കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ, നിഷ്കളങ്കമായ തൗബ നിങ്ങൾ ചെയ്യണമെന്നാണ് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുന്നത്. അസാ റബ്ബുക്കും അയുകഫിറ അൻകും സയ്യാത്തിക്കും, അല്ലാഹു നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും പുറത്തു തരും. ആരെങ്കിലും ഫമൻ താബ മിൻ ബഅദി ളുൽമി, അവന്റെ ളുൽമിന് ശേഷം, അക്രമത്തിന് ശേഷം, തിന്മയ്ക്ക് ശേഷം അവൻ തൗബ ചെയ്തു കഴിഞ്ഞാൽ, വഅസ്ലഹ അവൻ നന്നായാൽ, ഫഇന്നല്ലാഹ യതൂബു അലൈഹി അല്ലാഹു അവന്റെ തൗബ സ്വീകരിക്കും. ഇന്നല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. ഇവിടെ അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധ കൊണ്ടുവരാൻ. ഹദീസിൽ പറയുന്ന പ്രയോഗതാണ്, ഒരാൾ തൗബ ചെയ്യാണ്, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതിന് മുമ്പായി അല്ലാഹു തആല ആ തൗബ സ്വീകരിക്കുമെന്നാണ്. അതിനു മുമ്പ് ചെയ്യണം. ഒരാളുടെ മരണത്തിനു മുമ്പ്, ഈ ലോകം അവസാനിക്കുന്നതിനു മുമ്പ് അവൻ ആ തൗബ ചെയ്യണമെന്നാണ്. ഇവിടെ അല്ലാഹു തആല പറയുന്ന ഒരു പ്രയോഗം ഖുർആനിൽ കാണാം, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ. ഈ ഒരു കാര്യം നമ്മൾ അടിവരട, തൗബ ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. സഹോദരങ്ങളെ, ഹജ്ജ് വരട്ടെ, റമദാൻ വരട്ടെ, അല്ലെങ്കിൽ മറ്റു നാളെയാവാം, മറ്റന്നാളെയാവാം, അടുത്ത മാസമാവാം എന്നൊക്കെ ചിന്തിക്കുന്നവരുടെ മുന്നിൽ, അവരുടെ മുന്നിലാണ് ഈ ആയത്ത് ഞാൻ ഓതി വച്ചിട്ടുള്ളത്. ഇന്നല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധി. വൈകണ്ട, എത്രയും പെട്ടെന്നായിക്കോട്ടെ. ഇപ്പം ഇന്നലെ വണ്ടൂരുള്ള ഒരു സഹോദരൻ മരണപ്പെട്ട വാർത്ത നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അല്ലാഹു അദ്ദേഹത്തിന് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹം ന്യൂമോണിയ ബാധിച്ച് നാട്ടിലേക്ക് പോയതാണ്. നമ്മളെ സജീവ പ്രവർത്തനം കൂടിയാണ്. നാട്ടിലിവിടെ ബിസിനസ്സും കാര്യമൊക്കെ ഉണ്ട്. നാട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഫ്ലൈറ്റിൽ നിന്നാണ് പെട്ടെന്ന് അസ്വസ്ഥത പ്രകടിപ്പിച്ചത്. ഗോവയിൽ ഫ്ലൈറ്റ് ഇറക്കി ഹോസ്പിറ്റലിലേക്ക് പോകുന്ന യാത്രാമധ്യേ അദ്ദേഹം മരണപ്പെട്ടു. അല്ലാഹു സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ അവധി എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കാര്യങ്ങളും നിലപാടുകളും നന്നാക്കി മുന്നോട്ട് പോവുക. അവർക്കുള്ള ഓഫറാണ്, അള്ളാഹ്ക്ക് ഇഷ്ടമാണത് എന്നുള്ളത്. അള്ളാഹുവിൻ്റെ ഇഷ്ടം വിവരിക്കുന്ന ചരിത്ര സംഭവങ്ങൾ നമ്മളൊക്കെ കണ്ടതാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടം സംഭവിക്കുന്ന, ഇഷ്ടം നൽകുന്ന ഹദീസിലെ പദപ്രയോഗങ്ങൾ നമ്മൾ കേട്ടതാണ്. ഒരടിമ പറയുന്ന വാക്ക് അദ്ദേഹത്തിന് തെറ്റിപ്പോയി. അല്ലാ, ഞാൻ നിന്റെ യജമാനനും നീ എൻ്റെ അടിമയുമാണ് എന്നുള്ള ഒരു പ്രയോഗം അദ്ദേഹം നടത്തി. ആ സംഭവം ഒട്ടകം നഷ്ടപ്പെട്ട്, അദ്ദേഹത്തിൻ്റെ വാഹനം നഷ്ടപ്പെട്ട് അദ്ദേഹത്തിന് വീണ്ടും അത് ലഭിക്കുന്ന സമയത്ത് അദ്ദേഹം എത്രമാത്രം സന്തോഷമുള്ള വ്യക്തി, നിങ്ങൾക്ക് അറിയുമെന്നുള്ളത് കൊണ്ടാണ് ആ ചരിത്രം ഞാൻ പറയാത്തത്, ആ സംഭവം പറയാത്തത്. അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് മുഴുവൻ ലഭിച്ചു. മരുഭൂമിയിൽ അദ്ദേഹം നിൽക്കുകയാണ്. മരുഭൂമിയിൽ നിൽക്കുന്ന സമയത്ത് നഷ്ടപ്പെട്ടതെന്തോ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടുകയാണ്, ജീവിതം തന്നെ തിരിച്ചു കിട്ടുകയാണ്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, അദ്ദേഹം അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് അള്ളാഹു ഈ തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന കാര്യം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പോലും തെറ്റിപ്പോയി. എങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന സന്തോഷത്തെക്കാൾ അധികം സന്തോഷം ആർക്കുണ്ട്? അള്ളാഹ്ക്കുണ്ട്. അതിലേക്ക് മടങ്ങണമെന്നാണ് എനിക്ക് ഉണർത്താനുള്ളത്. രണ്ടാമത്തെ പോയിന്റ്, ശുചിത്വം പാലിക്കുക എന്നതാണ്. ഇന്നല്ലാഹു യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുത്തത്വഹിരീൻ. മറ്റൊരായത്തിൽ കാണാം അല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. സൂറത്തു തൗബയിലെ 108-ാമത്തെ ആയത്തിലാണ്. ആന്തരികവും ആത്മീയവുമായ ചില മാലിന്യങ്ങളാണ് പാപങ്ങൾ എന്ന് പറയുന്നത്. ആ പാപങ്ങളിൽ നിന്നുള്ളത്
രക്ഷപ്പെടുക എന്നുള്ളത് തൗബയാണ് എങ്കിൽ ശരീരത്തിലുള്ള മാലിന്യം, ബാഹ്യമായ വൃത്തിയില്ലായ്മകളൊക്കെ ശുദ്ധിയാക്കുക എന്നുള്ളത് അത് അത്തഹൂറു നിസ്ഫുൽ ഈമാൻ, ശത്രുൽ ഈമാൻ എന്നൊക്കെ പറഞ്ഞ ഭാഗത്തിൽപ്പെട്ട കാര്യമാണ്. അത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ തന്നെ നമ്മോട് ബോധ്യപ്പെടുത്തുന്നുണ്ട്. 5 നേരവും വുളു കൊടുക്കുന്ന, അതേപോലെ തന്നെ കൃത്യമായ ഇടവേളകളിൽ കുളിക്കുന്ന, മാന്യമായ വസ്ത്രം ധരിക്കുന്ന, അവൻ്റെ വേഷവും അവൻ്റെ റൂമും അവൻ്റെ വീടും അവൻ്റെ പരിസരവും ഒക്കെ ശുദ്ധിയാക്കുക എന്നുള്ളത് ഈമാനിൽപ്പെട്ടതാണ്. അവർ അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്കാലു ദറത്തിൻ മിൻ കിബ്ർ. കിബ്റിൻ്റെ ഒരംശം, അണുമണിത്തൂക്കം ആരുടെയെങ്കിലും കൽബിലുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ റസൂലുള്ളാഹിയോട് ചോദിക്കുകയാണ് ഒരാൾ, ഇന്ന റജുല യുഹിബ്ബു അൻ യകൂന സൗബുഹു ഹസൻ. ഒരാളുടെ വസ്ത്രം നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളത് അത് ഈ കിബ്റിൽ പെടുമോ? വന അലു ഹസന, അയാളുടെ ചെരുപ്പ് നന്നാക്കുക എന്നുള്ളത്, നല്ല ചെരുപ്പ് ധരിക്കുക എന്നുള്ളത് ഇതിൽ പെടുമോ എന്ന്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അള്ളാഹു ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു. അൽ കിബ്റു ബത്റുൽ ഹഖ് വഗംതുൻ നാസ്. കിബ്ർ എന്നുള്ളത് സത്യത്തെ നിഷേധിക്കലാണ്, നിരാകരിക്കലാണ്, ജനങ്ങളെ അവഗണിക്കുക, പുച്ഛിക്കലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടിയാണ്. മാന്യമായി വസ്ത്രം ധരിക്കണം, മാന്യമായ വേഷമുണ്ടാവണം എന്നുള്ളതാണ്. എന്നാൽ ഞാൻ തിരക്കേടില്ല എന്ന് തോന്നുന്ന സ്വഭാവം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതാണ് അതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത്. ഞാൻ കുഴപ്പമില്ല, എൻ്റേതായ കാര്യങ്ങളൊക്കെ ഉഷാറാണ്, അതെൻ്റെ പ്രസംഗത്തിലും എൻ്റെ സംസാരത്തിലൊക്കെ ഉടനീളമുണ്ടാവും, അതുണ്ടാകാൻ പാടില്ല എന്നും കൂടിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഒരാൾ വസ്ത്രം ധരിക്കുമ്പോൾ അതുണ്ടാവരുത്, അവൻ്റെ ഒരു കാര്യങ്ങളിലും അവൻ്റെ സമ്പത്തിലും ഒന്നിനും അതുണ്ടാകാൻ പാടില്ല എന്നുള്ള. സഹോദരങ്ങളെ, ഉപദേശത്തെ അവഗണിച്ചുകൊണ്ട് ജീവിക്കാനും പാടില്ല. അതിനെ ചെവിക്കൊള്ളു, എത്ര ചെറിയവൻ പറഞ്ഞാലും അത് കേൾക്കണം. അൽ കിബ്റു ബത്റുൽ ഹഖ് വഗംതുൻ നാസ് എന്നുള്ളത് കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ 2 കാര്യമാണ് പറഞ്ഞത്. ഒന്ന് തൗബ, രണ്ടാമത്തത് ശുദ്ധീകരണം. ഈ 2 കാര്യങ്ങളുണ്ടെങ്കിൽ അള്ളാഹിൻ്റെ ഇഷ്ടം നമുക്ക് കിട്ടും. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഭാര്യയുടെ ഇഷ്ടത്തിന് വേണ്ടി, കുടുംബത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി, എൻ്റെ മുതലാളിയുടെ ഇഷ്ടത്തിന് വേണ്ടി, എനിക്ക് അയാളെ ഇഷ്ടം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഭൗതികമായ നേട്ടങ്ങൾ ഒരുപാട് ഉണ്ടാകുമെന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്നവരുടെ മുന്നിൽ ആ ഇഷ്ടത്തിനൊന്നും ശാശ്വതമായ ഫലം നൽകാൻ സാധിക്കില്ല. പകരം ശാശ്വതമായ ഫലം നൽകുന്നവൻ അള്ളാഹുവാണ്. അത് ശാശ്വതമായ ജീവിതത്തിലൂടെ, സ്വർഗത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അള്ളാഹു നമ്മെ സ്വർഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊരു കാര്യമാണ് നന്മ ചെയ്യുക എന്നുള്ളത്. നമ്മുടെ ജീവിതം എന്നുള്ളത് ക്രിയാത്മകമായിരിക്കണം. നമ്മുടെ ജീവിതം എന്നുള്ളത് കർമ്മശേഷിയുള്ളതായിരിക്കണം, കൃത്യമായ പ്ലാനിംഗ് ഉള്ളതായിരിക്കണം. നമ്മുടെ സമയത്തെ മുറിച്ച് അതിനെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നന്മകൾക്കുള്ള അവസരങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്, നമ്മുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. ആ അവസരങ്ങളെ പാഴാക്കി കളയാൻ പാടില്ല. വഅൻഫിഖു ഫീ സബീലില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കണം. വലാ തുൽഖൂ ബിഐദീകും ഇല തഹ്ലുക, നാശത്തിലേക്ക്, നഷ്ടത്തിലേക്ക് നിങ്ങളുടെ കരങ്ങളെ നിങ്ങൾ ഇട്ടുകളയരുത്. വഅഹ്സിനൂ, നിങ്ങൾ നന്മ ചെയ്യുക. ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. അല്ലാഹു തആല നന്മ ചെയ്യുന്നവരെ, സൽഗുണവാന്മാരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു എന്ന് ഖുർആനിൽ നമ്മോട് പറഞ്ഞു തരികയാണ്. ഈ നന്മ ചെയ്യുന്ന ഒന്ന് സ്വതക്ക തന്നെയാണ് എടുത്തു പറയുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ, വിഷമാവസ്ഥയിലും സന്തോഷാവസ്ഥയിലും ദാനം ചെയ്യുന്നവരാണവർ. വൽ കാദിമീനൽ ഗൈദ്, അവരുടെ കോപത്തെ പിടിച്ചു വെക്കുന്നവരാണവർ. വൽ ആഫിന അനിന്നാസ്, മനുഷ്യരോട് വിട്ടുവീഴ്ച കാണിക്കുന്നവരാണവർ. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അവിടെയും അതന്നെ പറയുന്നത്. യുഹിബ്ബുൽ മുഹ്സിനീങ്ങളെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ഏതൊരു കാര്യത്തിലും നന്മ ചെയ്യുക എന്നുള്ള മെൻറ്റാലിറ്റിയോടുകൂടെ ജീവിക്കുന്നവരാണ് അവർ എന്നുള്ളതാണ്.
നോക്കൂ നിങ്ങൾ, ഇവിടെ പറയുന്നുണ്ട് വിഷമാവസ്ഥയിലും സന്തോഷാവസ്ഥയിലും അവർ നന്മ ചെയ്യുന്നവരാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നന്മകൾ കൂടുതലുണ്ടാകുമ്പോൾ, സന്തോഷങ്ങൾ കൂടുതലുണ്ടാകുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ മറക്കുന്നവരാണ് പലരും. വിഷമഘട്ടങ്ങളിൽ മാത്രമാണ് അള്ളാഹിനെ ആലോചിക്കുക. ആ സമയത്താണ് നന്മകൾ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ചിന്തിക്കുക. ഏത് ഘട്ടത്തിലും ഏത് കാലാവസ്ഥയിലും പ്രതികൂലമാവട്ടെ അനുകൂലമാവട്ടെ ജീവിതത്തെ ഏറ്റവും നല്ല പോസിറ്റീവ് എനർജിയിലേക്കും നെഗറ്റീവ് എനർജിയിലേക്കും മാറുമ്പോൾ അവിടെ ഈമാൻ കൊണ്ട് നിറച്ച് അതിനെ നന്മ കൊണ്ട് അലങ്കരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് കൂട്ടരെ. അപ്പോഴാണ് നമുക്ക് ആ മുഹ്സിനുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ കഴിയുകയുള്ളൂ. അപ്പോഴാണ് ഈ ജീവിതത്തിൽ നമ്മൾ കരഗതമാക്കാൻ ആഗ്രഹിക്കുന്ന അള്ളാഹുവിൻ്റെ ഹുബ്ബ് നമുക്ക് ലഭിക്കുകയുള്ളൂ. അള്ളാഹു നൽകുമാറാവട്ടെ. ഇവിടെ ചില ആളുകൾ ഇപ്പം സന്തോഷാവസ്ഥയിൽ എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ വിഷമാവസ്ഥയിൽ എന്നൊക്കെ പറയും. ഇന്നലെ എൻ്റെ ഒരു സുഹൃത്തിനോട് പറയണ്ടായി, പിന്നെ സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രയാസത്തിൽ പോവാണ്, വീട്ടിലാകെ പ്രയാസമാക്കിന് ഉമ്മ. അപ്പം എന്താ ചോദിച്ചു നോക്കുമ്പോൾ, ഉമ്മ ഒരു കടത്തിൻ്റെ മേൽ കടാണ്, ആകെ കുടുങ്ങിന്. അപ്പം 2 ഓരി ഉദുഹിയത്തിന് ചേർന്നിന് ഉമ്മ, 2 ഓരി ഉദുഹിയത്തിന് നീയത്താക്കിന്, ഞാൻ പൈസ അവിടെ നിന്ന് അയച്ചു കൊടുക്കണം. അങ്ങനെ ഇങ്ങോട്ട് അടങ്ങാറാക്കും ചെയ്യരുത്. അതും കൂടി നമ്മൾ ആ കൂട്ടത്തിൽ. പക്ഷേ ഉദുഹിയത്തിൻ്റെ പ്രാധാന്യം അത് വേറുണ്ട്, അത് മറ്റൊരു സമയത്ത് നമുക്ക് പറയാം. ആയിക്കോട്ടെ. മറ്റൊരു കാര്യമാണ് തഖ്വ എന്നുള്ളത്. അത്തഖ്വ ഹാഉന എന്ന് തൻ്റെ നെഞ്ചകത്തേക്ക് ചൂണ്ടിക്കൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തൻ്റെ അനുചരന്മാരെ ബോധ്യപ്പെടുത്തിയൊരു കാര്യമാണ്. പടിപടിയായി സംസ്കരിച്ച ഏറ്റവും മഹിതമായ സ്വഭാവം. ആ തഖ്വയിലൂടെ ഒരു മുസ്ലിമിൻ്റെ എല്ലാ ഭാഗവും ക്ലിയറായി എന്ന് മഹാനായ യൂസുഫ് അലൈഹിസ്സലാം ആർജിച്ചെടുത്ത ആ സ്വഭാവം സൂറത്ത് ശുഅറാഇന്റെ ആയത്തുകളിലൂടെ ഇങ്ങനെ പോകുമ്പോൾ പ്രവാചകന്മാർ ആ ജനപദത്തോട് പറയുന്ന കാര്യങ്ങളിൽ പ്രധാനമായി കാണാൻ സാധിക്കുന്നുണ്ട്. അലാ തത്തഖൂൻ, അലാ യത്തഖൂൻ എന്നൊക്കെ പറയുന്നത് കാണാൻ കഴിയും. മൂസാ നബി അലൈഹി സ്വലാം പറയുന്നുണ്ട്, നൂഹ് നബി അലൈഹി സ്വലാം പറയുന്നുണ്ട്, ഹൂദ് നബി അലൈഹി സ്വലാം പറയുന്നുണ്ട്, സ്വാലിഹ് നബി അലൈഹി സ്വലാം പറയുന്നുണ്ട്, ഷുഐബ് നബി അലൈഹി സ്വലാം പറയുന്നുണ്ട്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ലേ. ഇതാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുചരന്മാരെ പഠിപ്പിച്ചത്. നീ എവിടെയാണെങ്കിലും അള്ളാഹനെ സൂക്ഷിക്കണം. ഏത് കോട്ടക്കുത്തളത്തിലാണെങ്കിലും, ആളൊഴിഞ്ഞ മേഖലയിലാണെങ്കിലും, പരസ്യമായ മേഖലയിലാണെങ്കിലും, ഇത്തഖില്ലാ ഹൈസുമാ കുൻത്, നീ എവിടെയാണെങ്കിലും അള്ളാഹനെ സൂക്ഷിക്കണമെന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉപദേശം. ഫഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ. അടുത്ത പോയിന്റാണത്. ആ തഖ്വയുള്ള ആളുകളെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ പറയുക, നമ്മൾ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ട കാര്യം തന്നത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ജീവിതമാണ്, ആരും കാണിക്കാനല്ല. ആര് തന്നെ വെറുത്താലും ആര് തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും എനിക്ക് വേണ്ടത് എൻ്റെ റബ്ബിൻ്റെ ഇഷ്ടമാണ്. അതിൽ പരം മറ്റൊരു കാര്യം എനിക്ക് വേണ്ടതില്ല. നോ കോംപ്രമൈസ്, നോ അഡ്ജസ്റ്റ്മെൻറ്റ്, ഒന്നിനും ഞാൻ തയ്യാറല്ല. ആ മേഖലയിൽ അടിപതറി പോകുന്ന ഘട്ടങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടി വരും ചിലപ്പോൾ വിശ്വാസികൾക്ക്. അവിടെ ചെറിയൊരു കണ്ണുചുമ്പലുണ്ടായി കഴിഞ്ഞാൽ അള്ളാൻ്റെ വെറുപ്പ് ഇറങ്ങി വരും, അള്ളാഹുവിൻ്റെ ലഅനത്തിന് വിധേയമാകും. അവിടെ നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് ജീവിതത്തിൽ എന്ത് തന്നെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനും തയ്യാറാവാതെ ധൈര്യസമേതം വിളിച്ചു പറയാൻ നമുക്ക് സാധിക്കണം. സുലൈഖ വിളിച്ചു യൂസുഫ് അലൈഹി സ്വലാമിനെ, ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നു എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് ചെയ്തത് യൂസുഫ് അലൈഹി സ്വലാം. നോക്കൂ നിങ്ങൾ, ഗുഹാവാസിയുടെ ചരിത്രം നമുക്കറിയാം. ആ ചരിത്രത്തിൽ ഒരാൾ പറയുന്നുണ്ട്, എല്ലാ നിലക്കും വ്യഭിചരിക്കാനുള്ള അവസരം ലഭിച്ചപ്പോൾ ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് താൻ വ്യഭിചരിക്കാൻ പോകുന്ന പെണ്ണ് പറഞ്ഞപ്പോൾ അവിടുന്ന് ആ തിന്മയിൽ നിന്ന് മാറിപ്പോവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ആ നന്മ തപസ്സുലാക്കിയിട്ടാണ് ആ സഹോദരൻ പ്രാർത്ഥിച്ചിട്ടുള്ളത്. അത് തഖ്വയിലൂടെ ലഭിക്കുന്ന കാര്യമാണ്. അള്ളാഹു ഒരിക്കലും ഒരാളുടെ മുഖത്തിലേക്ക്, രൂപത്തിലേക്ക്, സൗന്ദര്യത്തിലേക്ക് ഒന്നും നോക്കൂല, അവന്റെ ശരീരത്തിലേക്ക് നോക്കുകയില്ല. അള്ളാഹു തആല നോക്കുന്നത് അവന്റെ ഹൃദയത്തിൽ. വലകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് നോക്കുക. അതുകൊണ്ടാണ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ തർബിയത്തിലും തസ്കിയത്തിലും മുഴച്ചു നിൽക്കുന്നത് തഖ്വ എന്നുള്ളത്. അള്ളാഹു തആല തഖ്വയുള്ള മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പിന്നെ അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിന.
നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. അത് നമ്മൾ ചോദിച്ചേ പറ്റൂ. എങ്കിൽ നമുക്ക് ഈ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കൂട്ടരിൽ പെടാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ജീവിതത്തെ അത്രമാത്രം കണിശതയിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. ഒരു മുള്ളുകൾ നിറഞ്ഞു നിൽക്കുന്ന, കല്ലുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വഴിയിലൂടെ നമ്മൾ പ്രവേശിക്കുകയാണ്. പണ്ഡിതന്മാർ പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ വഴിയിൽ ആ മുള്ള് കാലിൽ തട്ടാതെ, കല്ല് കാലിൽ തൊട്ടാതെ, മുറിവ് വരാതെ എങ്ങനെയാണ് ആ വഴിയിലൂടെ നമ്മൾ നടന്നു പോകുന്നത്? അത്രയും സൂക്ഷ്മമായി തന്നെയാണ് ഹറാമുകൾ കണ്ണുകളിൽ, കാതുകളിൽ, ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും നിറഞ്ഞു തുളുമ്പി നിൽക്കുമ്പോൾ അവിടെ ഈ ഒരു സൂക്ഷ്മത നമുക്കുണ്ടാവേണ്ടതുണ്ട് എന്ന് ഉണർത്തുകയാണ്. നോക്കൂ നിങ്ങൾ, അടുത്തൊരു സ്വഭാവമാണ് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക, തവക്കുൽ. നമ്മളൊക്കെ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളൊക്കെ പ്രാർത്ഥിച്ചത് എന്താ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. അത് കേവലം ഒരു ദിക്ർ മാത്രമല്ല. ഇപ്പോഴും പലരും അസ്വസ്ഥരാണ് പല കാര്യങ്ങൾക്കും. ഈ തവക്കുൽ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ല. എന്തുണ്ടെങ്കിലും ആകെ പേടിച്ച് ബേജാറാവാണ്. ഒരു പ്രവാസിയാണെങ്കിൽ അവൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ എൻ്റെ ജോലി പോവോ, നഷ്ടപ്പെടുമോ, അസ്വസ്ഥനാണ്. വീട്ടിലെ കാര്യം എന്തായി, കുട്ടി സ്കൂൾക്ക് പോയാൽ എന്താ അവസ്ഥ, അവൻ വാഹനത്തിൽ നല്ല നിലക്ക് ഒരു പ്രശ്നമില്ലാതെ ആ വാഹനം പോകുന്നുണ്ടോ, അപകടത്തിൽ പെടുമോ, അങ്ങനെയൊക്കെ ചിന്തിച്ച് മനസ്സ് വേവലായി ചില മാനസിക വിഭ്രാന്തിയിലേക്കൊക്കെ എത്തുന്ന ചില സഹോദരങ്ങളുണ്ട്. അനാവശ്യമായ ചില തോന്നലുകൾ അധികരിപ്പിക്കുന്നതാണ്. തവക്കൽതു അലല്ലാഹ് വതവക്കൽ അലല്ലാഹ് വകഫാ ബില്ലാഹ്. അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക, അല്ലാഹു മതി. ഭരമേൽപ്പിക്കുന്നവൻ അല്ലാഹു മതി. എല്ലാം ഇവിടെ അല്ലാഹു നിശ്ചയിച്ച പ്രകാരം നടക്കും. കണ്ടില്ലേ നിങ്ങൾ, സ്വന്തം കുട്ടി മരിച്ചു കിടക്കുന്ന സമയത്ത് അൽഹംദുലില്ലാ എന്ന് പറയാൻ കാണിച്ച ഈമാനികമായ വളർച്ചയിലേക്ക് ഒരു സഹോദരൻ എത്തിയ ചരിത്രം നമ്മൾ കേട്ടില്ലേ? എന്താണ് അദ്ദേഹത്തിന് ബൈത്തുൽ ഹംദ് എന്ന് പറയുന്ന സ്വർഗത്തിൽ ഒരു ഭവനമാണ് അല്ലാഹു തആല കൊടുക്കുന്നത്. ഒരു ഭവനമാണ് സ്വർഗത്തിൽ കൊടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്തും വരാം. നമുക്ക് വേണ്ടപ്പെട്ടവർ നഷ്ടപ്പെട്ടേക്കാം. ഈ തൊട്ടടുത്ത മണിക്കൂറിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് അതിദാരുണമായ, ഭീകരമായ കേൾവിയായിരിക്കാം. അവിടെ പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണമെന്നാണ് എനിക്ക് ഉണർത്താനുള്ളത്. എൻ്റെ ഭാവി എന്താകും? എന്നാൽ ചില ആളുകൾക്ക് തീരെ അതില്ലാതെയും പോയി, എന്ത് കാഴ്ചപ്പാടില്ലാതെയും പോയി. പുതിയ തലമുറ, ന്യൂ ജനറേഷൻ അതില്ലാതെയും പോയി. എന്താണെന്നുള്ളത് ലക്കും ലഗാനില്ലാത്തൊരു ജീവിതമായി. മേലെ ആകാശം താഴെ ഭൂമി, അങ്ങനെയും പറ്റൂല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ലൗ അന്നക്കും കുൻതും തവക്കുലൂന അലല്ലാഹ് ഹഖ്ക തവക്കുൽ. തവക്കുൽ ചെയ്യേണ്ട രൂപത്തിൽ വൃത്തിയായി തവക്കുൽ ചെയ്യണം. ലറുസിഖ്തും കമാ തുർസഖു ത്വയ്റു തഉദു ഖിമാസൻ വതറൂഹു ബിതാന. ഒരു പക്ഷി അത് അതിൻ്റെ കൂട്ടിൽ നിന്ന് ഇറങ്ങാണ്, ആഹാരം തേടി പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഒട്ടിയ വയറുമായിട്ടാണ് ആ പക്ഷി പുറത്തേക്ക് പോകുന്നത്. രാത്രി എങ്ങനെ വരുന്നത്? വയറ് നിറച്ചിട്ടാണ് വരുന്നത്. അതുപോലെയാവണം നമ്മുടെ കാര്യം, അല്ലേ? അവിടെ രണ്ട് കാര്യമുള്ളത്. ഒന്ന് കാലിയായി പോവുകയാണ്, ശേഖരിച്ചിട്ട് വരികയാണ്. ഒന്ന് പണിയെടുക്കുന്നുണ്ട്, പണിയെടുത്തിട്ട് തവക്കുലാക്കണം. പണിയെടുക്കാതെ വീട്ടിലിരുന്നിട്ട് തവക്കുലാക്കിക്കൊണ്ട് ഒരു കാര്യമില്ല. നമ്മുടെ വായിലേക്ക് ആഹാരം ആരും തരില്ല. നമ്മൾ പണിയെടുക്കണം, അതാണ് പറഞ്ഞത്. എന്നാൽ എല്ലാ പണിയും എടുക്കുന്നുണ്ട്, എന്നാ ടെൻഷനായിട്ട് തീരുന്നില്ല, വിഷാദത്തിലേക്ക് കടന്നു വരികയാണ്. അത്തരം അവസ്ഥ ഒരിക്കലും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് മുജാഹിദൊക്കെ ഉണ്ടാകാൻ പാടില്ല, സലഫിയൊക്കെ സ്വഭാവം തന്നെ ഉണ്ടാകാൻ പാടില്ല. എന്തിനാ ബേജാറാണ്? ആരെ പേടിക്കണ്? ഈ NRCA വിഷയം വന്നല്ലോ, ആ സമയത്ത് നമ്മുടെ ഒരു സുഹൃത്ത് പറയണ്ടായി, പങ്ങൾക്കൊരു തരം മാനസിക വിഭ്രാന്തിയാണ് ഇപ്പം. എന്താ വെച്ചാൽ പാകിസ്ഥാനിക്ക് പോകേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് തൻ്റെ പെങ്ങളെ വസ്ത്രം ഇങ്ങനെ മടക്കി ബാഗിലാക്കി വെക്കുകയാണ്, ബേജാറായിട്ട് അസ്വസ്ഥമായിട്ട്. അപ്പോൾ അതിലേക്കൊന്നും പോകേണ്ടതില്ല. നാട്ടിൽ നടക്കുന്ന അത്തരം കാര്യങ്ങളൊക്കെ, വർഗീയ വിഷം ചേറ്റലുകളും അവിടെ ഉണ്ടാകുന്ന മറ്റു കാര്യങ്ങളൊക്കെ കേട്ട് ബേജാറായി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ ഈമാനോട് കൂടെ, കൂവത്തോടു കൂടെ നിൽക്കാൻ നമുക്ക് സാധിക്കണം. ഉഹുദിൻ്റെ രണാങ്കള ഭൂമിയിൽ സംഭവിച്ച സംഭവങ്ങളൊക്കെ നമുക്കറിയാം. ആ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൽ ഒരായത്തുണ്ട്, വശാവിറുഹും ഫിൽ അംർ. കാര്യങ്ങൾ അവരുമായി കൂടി ആലോചിക്കുക. തെറ്റ് ചെയ്തവരെ
കളിയാക്കാതെ, വിമർശിക്കാതെ, പ്രയാസപ്പെടുത്താതെ അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടപെട്ട ഇടപെടലുകൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഫൈദ അസംത ഫതവക്കൽ അലല്ലാഹ്, ഒരു തീരുമാനം കണ്ട് എടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ ഫതവക്കൽ അലല്ലാഹ്, പിന്നെ എന്താവും എന്ന് ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇന്നല്ലാഹു യുഹിബ്ബുൽ മുതവക്കിലീൻ, അതാണ് അടുത്ത വിഷയം. അല്ലാഹു തആല തവക്കുലാക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നു. ഇപ്പം എത്ര കാര്യം പറഞ്ഞു? 5 കാര്യം പറഞ്ഞു. ഒരുപാടുണ്ട് കേട്ടോ, ഖുർആനിൽ ഒരുപാടുണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകുക എന്ന് മാത്രം. അടുത്തതാണ് നീതി പാലിക്കുന്നവർ എന്നുള്ളത്. ജീവിതത്തിൽ നീതി പാലിക്കുക എന്നുള്ളത് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ടത് ഭരണാധികാരി എന്നുള്ളതാണ്. ഭരണാധികാരിയുടെ ഉത്തരവാദിത്തമാണ് നീതിയോടുകൂടെ പ്രവർത്തിക്കുക എന്നുള്ളത്. അവിടെ ജനങ്ങളെ വഞ്ചിക്കാതെ, ജനങ്ങളുടെ അവകാശങ്ങൾ നൽകാതെ, പിന്നെ കോയ വാങ്ങാതെ, അല്ലെങ്കിൽ ആളുകളുടെ സമ്പത്തിനെ കൊള്ളയടിക്കാതെ, അവർക്ക് അർഹിക്കുന്നത് കൊടുക്കാതെയൊക്കെ പ്രവർത്തിക്കുക എന്നുള്ളത് വലിയ ഉത്തരവാദിത്ത ലംഘനമാണ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, നീതി പാലിക്കുന്നവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നുണ്ട്. നീ വിധിക്കുകയാണെങ്കിൽ നീതിപൂർവ്വം വിധിക്കണമെന്നുള്ളത് അല്ലാഹു തആല ഖുർആനിലൂടെ പറഞ്ഞതാണ്. അതൊരു ഭരണാധികാരിക്ക്, ഒരു ഖാദിക്കുള്ള നിർദ്ദേശമാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, അത് കേവലം പിന്നെ ഒരു ഭരണാധികാരിയിൽ മാത്രം ഒതുങ്ങുന്ന കാര്യം. അല്ലദീന യഅദിലൂന ഫീ ഹുക്മിഹിം വഅഹ്ലീഹിം വമാ വല്ലൂ, അവരുടെ വിധിയിൽ നീതി പാലിക്കണമെന്ന് പറഞ്ഞിട്ട് വഅഹ്ലീഹിം, അവരുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ തൻ്റെ ഭാര്യയിൽ, വമാ വല്ലൂ, അവരോടുള്ള ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ എല്ലാം അത് നിർവഹിക്കണം. അവർക്ക് ഏൽപ്പിക്കപ്പെട്ട ജോലിയിൽ, അവർക്ക് ഏൽപ്പിക്കപ്പെട്ട ഏത് പ്രവർത്തനമാവട്ടെ അതിലൊക്കെ നീതി പാലിക്കേണ്ടതുണ്ട്. ഭാര്യയോട് നീതി പാലിക്കേണ്ടതുണ്ട്, മക്കൾക്കിടയിൽ നീതി പാലിക്കേണ്ടതുണ്ട്, അവർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിലാവട്ടെ, അവർക്ക് കൊടുക്കുന്ന വസ്ത്രത്തിലാവട്ടെ, മറ്റ് എന്ത് കാര്യത്തിലായാലും അത് നീതിയോട് കൂടെ ആയിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മുഖ്സിതീന ഇൻദല്ലാഹ് അലാ മനാബിറ മിൻ നൂർ, പ്രകാശത്തിന്റെ മിമ്പറുകളിലാണ് നീതി പാലിക്കുന്നവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ചതാണ്. അടിവരടേണ്ട പോയിന്റ് ഇതാണ്, ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഖ്സിതീൻ, നീതി പാലിക്കുന്നവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. മറ്റൊരു ഏറ്റവും വലിയ നമുക്കൊക്കെ ജീവിതത്തിൽ പാളിപ്പോകുന്ന ഒരു സ്വഭാവമാണ് ക്ഷമ എന്നുള്ളത്. ക്ഷമയിലേക്ക് പലപ്പോഴും ക്ഷമ ഉണ്ടാകപ്പോഴാണ് പ്രതിസന്ധികളില്ലാത്ത സമയത്താണ് നമുക്ക് ക്ഷമ ഉണ്ടാകുക. പ്രതിസന്ധികൾ വരുന്നിടത്താണ് നമ്മൾ ക്ഷമിക്കണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു സ്ത്രീ ഇങ്ങനെ ഖബറിൻ്റെ അരികിൽ കിടന്ന് കരയാണ്, വാവിട്ട് കരയാണ്, നെഞ്ഞത്തടിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ പെണ്ണെ കരയല്ലേ പെണ്ണെ, എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? ഇത് പറഞ്ഞത് റസൂലാണ് എന്നുള്ളത് ആ സഹോദരിക്ക് മനസ്സിലായില്ല. ആ സഹോദരി പറയുകയാണ്, എനിക്ക് ബാധിച്ച ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ബാധിച്ചിട്ടില്ല, എൻ്റെ സങ്കടം നിങ്ങൾക്ക് വന്നിട്ടില്ല. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു സന്ദർഭത്തിൽ റസൂലാണ് എന്ന് തിരിച്ചറിഞ്ഞ ആ സഹോദരി റസൂലിനോട് മാപ്പ് പറയാൻ വേണ്ടി വരുന്ന ഘട്ടത്തിൽ പറഞ്ഞത്, ഇന്നമ സുബറു ഇൻദ സ്വദമതിൽ ഊല, ക്ഷമ എന്ന് പറയുന്നത് അത് ആദ്യഘട്ടത്തിലാണ് വേണ്ടത്. നമുക്കൊക്കെ ഉണ്ടാലതാ 4 വർത്താനം പറഞ്ഞിട്ട് വിന്യാസാനം പുറത്തുകൂടി വരുള്ളൂ. അവിടെ തളരാൻ പാടില്ല. ഇല്ലല്ലദീന സ്വബറു വഅമിലുസ് സ്വാലിഹാത്ത് ഉലൈക ലഹും മഗ്ഫിറത്തും വഅജ്റുൻ കബീർ. അവിടെ ഒരുപാട് ആയത്തുകളുണ്ട്, ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. ഒരു മുസ്ലിമിന് വല്ല ക്ഷീണം, അല്ലെങ്കിൽ അവന് രോഗം, ദുഃഖം, അസുഖം എന്തു തന്നെ ആവട്ടെ അവൻ ബാധിച്ചു കഴിഞ്ഞാൽ അവൻ ക്ഷമിക്കുകയാണെങ്കിൽ അതുവഴി അവൻ്റെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കും. അവൻ്റെ ശരീരത്തിൽ ചെറിയൊരു മുള്ള് തറച്ചാൽ പോലും അതിലൂടെ അവൻ്റെ പാപങ്ങൾ പൊറുക്കുമെന്ന് കാരുണ്യത്തിൻ്റെ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹി അടിസ്ഥാനത്തിൽ ലോകത്തെ ബോധ്യപ്പെടുത്തിയ കാര്യമാണ്. അതേപോലെ തന്നെ ശരീരത്തിലും സമ്പത്തിലും സന്തതികളിലും പരീക്ഷണം ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഒരു വിശ്വാസിക്ക്, എപ്പോഴും ഉണ്ടാവേണ്ടതാണ്. നോക്കൂ, നിങ്ങൾ അതിനെ വിശദീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസുണ്ട്, അത് അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ അവന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന. ഒരു വിശ്വാസിക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ ഈ പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇത് മനസ്സിലാക്കിയ ഒരാൾ ജീവിതത്തിൽ ക്ഷമിക്കൂലേ? ക്ഷമിക്കും. കാരണം ഇത് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യം. വകഅയ്യിൻ മിൻ നബിയ്യിൻ ഖാതല മഅഹു റിബ്ബിയൂന കസീർ. എത്ര പ്രവാചകന്മാരോടൊപ്പം അനേകം അള്ളാഹുവിൻ്റെ ദൈവദാസന്മാർ യുദ്ധം ചെയ്തിട്ടുണ്ട്.
എത്രയെത്ര പ്രവാചകന്മാരോടൊപ്പം യുദ്ധം ചെയ്തിട്ടുണ്ട്. ഇനി പറയുന്ന കാര്യം, ഫമാ വഹനൂ ലിമാ അസ്വാബഹും ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തങ്ങൾക്ക് നേരിട്ട യാതൊന്നും കൊണ്ടും അവർ തളർന്നിട്ടില്ല, വിഷമിച്ചിട്ടില്ല. വമാ ദഅഫു വമസ്തകാനു, അവർ ദൗർബല്യം കാണിച്ചിട്ടില്ല, ഒതുങ്ങിക്കൊടുത്തിട്ടില്ല. വല്ലാഹു യുഹിബ്ബുസ് സാബിറൂൻ സാബിരീൻ, വല്ലാഹു യുഹിബ്ബുസ് സാബിരീൻ, അള്ളാഹു ക്ഷമ കാണിക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. നോക്കൂ നിങ്ങൾ, ആ ഒരു ദർജയിലേക്ക് ഉയരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഒരു പ്രവർത്തകൻ്റെ മകൻ ഇങ്ങനെ ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ, ഞാൻ ആ ചിത്രം ഇങ്ങനെ കാണണം കേട്ടോ, മകൻ ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ച് പിന്നെ അവൻ്റെ മയ്യത്ത് വീട്ടിലേക്ക് ഇങ്ങനെ കൊണ്ടുവരികയാണ്. ചെറുപ്പക്കാരൻ, ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ, ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ്, അത്താണിയാണ്. അതാണ് ലോകത്തോട് കൂടെ പറഞ്ഞിട്ടുള്ളത്. ഒരു മാതാവിനെ സംബന്ധിച്ചിടത്തോളം, ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായ നിമിഷമാണ്. ആ സമയത്ത് ആ മയ്യത്ത് ഇങ്ങനെ വീട്ടിൽ വരുമ്പോൾ കഫം പുടവ ഒന്ന് പൊക്കി മുഖം കണ്ട് തുറന്നിട്ട് ആ നെറ്റിത്തടത്തിൽ ചുംബനം കൊടുക്കുന്ന ഒരു രംഗമുണ്ട്. ആ രംഗത്ത് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് കണ്ടുനിന്നിങ്ങനെ വെള്ളമൊലിപ്പിക്കുമ്പം നിർവികാരമായ ഒരു അന്തരീക്ഷത്തിൽ അത് കണ്ടു നിൽക്കുമ്പോൾ ആ ക്ഷമ നമുക്കവിടെ ഒരു മനുഷ്യനിലൂടെ കാണാൻ സാധിക്കുകയാണ്. ഏത് ഘട്ടത്തിലും ക്ഷമിക്കാനുള്ള ശേഷി തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ.